കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ എം കെ വർഗീസ് തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. പനങ്ങാട് സ്വദേശിനി ജയയ്ക്കാണ് കുത്തേറ്റത്. മണിക്കൂറുകൾക്കകം പ്രതി പോലീസ് പിടിയിലായി. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി പോലീസ്. പോലീസിന് മേൽ കുറ്റം ചുമത്തി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. തട്ടിപ്പ് നടത്തുന്നതായ ആക്ഷേപം. കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടക പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് സംസ്കാരത്തിന് ശേഷം. തീരുമാനം നടപ്പിലാക്കുന്നതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം. പാലിയേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജൻ. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടി. ഈ മാസം 9, 10 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ എം കെ വർഗീസ് തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷൻ വിവാദങ്ങളിൽ നിറയുന്നു. ഭരണപക്ഷത്ത് തന്നെയുള്ള ചേരിതിരിവ് ഏറെ ചർച്ചയാവുന്നു. കഴിഞ്ഞ ദിവസം അരിസ്റ്റോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തയിൽ നമ്മളത് കണ്ടു. മേയർ ഉദ്ഘാടനം ചെയ്യാനെത്താതെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിന് മറ്റൊരു ഉദ്ഘാടന ദിവസം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതേസമയം തന്നെ ഡെപ്യൂട്ടി മേയർ ആരോപണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. മേയറുടെ ഏകാധിപത്യമാണ് തൃശൂർ കോർപ്പറേഷനിൽ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറുടെ റൂമിലാണ് നിൽക്കുന്നത്. ഡെപ്യൂട്ടി മേയറുടെ റൂമിൽ TV വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ശുചിമുറി ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന ആരോപണം പ്രത്യക്ഷമായി ഉന്നയിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ തന്നെ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നു. ML റോസി, ഞാൻ ഈ അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ 2 കൗൺസിലേഴ്സിൻ്റെ അധീനതയിലുള്ളതാണ് സിന്ധു ആൻഡ് ചാക്കോളയുടെയും ലീല ടീച്ചറിൻ്റെയും അദ്ദേഹത്തിനുള്ള റോഡ്. അവർ ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലേഴ്സ് ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ഘാടനത്തിന് പോയതാണ്. പോവരുത് എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. ഒരിക്കലും ഇല്ല. പോവരുതെന്നോ അതിൻ്റെ അകത്തോടെ എന്നോട് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് എപ്പോഴാണ് ഡേറ്റ് മാറ്റിയത് അറിഞ്ഞത്? ഡേറ്റ് മാറ്റിയത് വന്നു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവർ താക്കീത് തന്നെങ്കിൽ ഞാൻ പോവായിരുന്നില്ല. ഈ മേയറുടെ ഏകാധിപത്യം എന്ന് കൃത്യമായി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി മേയർ, ഞാൻ തുറന്ന് പറയുന്നവരില്ല. എന്ത് കാര്യ സംഭവം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണസമിതിയാണ് നടത്തുന്നത്. ഇതിന് മുടക്കുന്ന പൈസയും സംഖ്യ എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോർപ്പറേഷനാണ്. അതിൽ ഭരിക്കാനായി മാത്രം മേയറും ഡെപ്യൂട്ടി മേയറും മറ്റുള്ള എല്ലാ കൗൺസിലേഴ്സും. ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ എത്തും എന്നാണ് ഡെപ്യൂട്ടി മേയർ കരുതുന്നത്? എനിക്ക് അങ്ങനെ ഒരില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യം ഞാൻ മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തള്ളക്കൊള്ള എന്തോ ആയിക്കോട്ടെ, ജനം അത് തിരഞ്ഞെടുത്തോട്ടെ. ഇതിൽ രാഷ്ട്രീയപരമല്ല, പക്ഷേ ഏകാധിപത്യം വളരെ മോശമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം, അദ്ദേഹം മറുപടി പറയട്ടെ. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിൻ്റെ പ്രതികരണം നമുക്കറിയാം. ഡെപ്യൂട്ടി മേയർ തുറന്നു പറയുകയാണ് അദ്ദേഹം ഏകാധിപതിയാണ് എന്നുള്ളത്. ഏകാധിപതി ആണോ എന്നുള്ളത് മേയറോട് തന്നെ ചോദിക്കാം. അങ്ങനെയുണ്ടോ? എനിക്ക് അറിയില്ല ഈ ഏകാധിപതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും അറിയില്ല. കാരണം ഇത് ഒരു കോർപ്പറേഷനാണ്. ഇവിടെ ഏകാധിപതിയായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ 55 കൗൺസിലർമാരെ ഉള്ളവരുടെ അഭിപ്രായ സമന്വയം വരുത്തി കൗൺസിലിൽ അംഗീകാരം നടപ്പിലാക്കുന്ന ഒരു വേദിയാണ് കൗൺസിൽ. അതിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്കാണ്, മേയർ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ആരോപണവുമായി രംഗത്ത് വരുന്നത്? അത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കേണ്ടി വരും. ഞാനായിട്ട് അങ്ങനെ ഒരു ആരോപണം വരാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്താണോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്വതവേ അങ്ങനെ ഒരു കാരണം അദ്ദേഹം അത് പറയാൻ എനിക്ക് അങ്ങനെ പറയുമെന്ന് തോന്നില്ല. കാരണം ഇവരുടെ തുടക്കത്തിൽ തന്നെ ഇവർ ഡെപ്യൂട്ടി മേയർ ആവുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് CPM തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ML റോസിക്ക് ചിലപ്പോൾ നറുക്ക് വിടാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ
നാവ് പൊന്നാവട്ടെ എന്നാ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരിസ്റ്റോ റോഡിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഡേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയത്? അതായത് നമ്മളൊരു പ്രവൃത്തി നടത്തുമ്പോൾ ഇതൊരു ഡിവിഷൻ്റെ വർക്കല്ല, ഇത് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ റോഡ് മാത്രമല്ല, നമുക്കിപ്പോൾ നോക്കാം, നമ്മുടെ കുറുക്കഞ്ചേരി റോഡ് 10 കോടി രൂപ മുടക്കിയിട്ടാണ്, ഇത് 1,30,00,000. ഇതുപോലെ കോടിക്കണക്കിന് നടത്തുന്ന പരിപാടികൾ ഇവിടെ ഇതിനു മുമ്പും നടന്നു വരുന്നത് ഒന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കും. വലിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ CM അവർ വിളിക്കും, അതനുസരിച്ച് ഒരു മന്ത്രിമാരെ വിളിച്ചത് നടത്താറുള്ളൂ. ഈ മുന്നണിക്കിടയിൽ പ്രത്യക്ഷമായി തന്നെ ഇങ്ങനെ ഒരു തർക്കം രംഗത്ത് വരുമ്പോൾ മുന്നണി ഇടപെടുകയോ മറ്റുണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ആരും തന്നെ ഈ വിഷയത്തിൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇന്ന് പത്രം നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയുന്നത്. ഞാൻ അറിയുന്നത് ഇത് കാലത്താണ്. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും എനിക്കില്ല. കാരണം എന്താ, അവരെ നിയമിച്ചത് പാർട്ടിയാണ്. പാർട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പാർട്ടി ചോദിക്കും. എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഇനി അത് എന്താണെന്ന് എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കണം. ഭരണപക്ഷത്തെ വിള്ളലും പ്രത്യക്ഷ ആരോപണവുമായി മേയറും ഡെപ്യൂട്ടി മേയറും ഏറ്റുമുട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപാലൻ പറയുന്നത് മറ്റൊന്നാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞാൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ BJPയുടെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സുരേഷ് ഗോപിയുമായിട്ടുള്ള അടുപ്പവും BJPയുമായിട്ടുള്ള അടുപ്പവും അത് വിളിച്ചറിയിക്കുന്നതാണ്. ഇത് പറയുന്നത് CPMൻ്റെ കൗൺസിലർമാർ തന്നെയാണ്. മേയർ BJP സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, അതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ LDFൽ മേയർ ഉണ്ടാവില്ല എന്നൊക്കെ LDFിലെ കൗൺസിലർമാർ തന്നെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് മേയറായിരുന്നു കൗൺസിൽ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ മേയർ പാടില്ല, CPMൻ്റെ മന്ത്രി വേണമെന്ന് LDF നേതൃത്വം കോർപ്പറേഷൻ തീരുമാനിക്കുകയാണ്. അതിന് കാരണമായത് മേയർ BJPയിലേക്ക് പോകുന്നു എന്ന ആ ഒരു തീരുമാനമാണ് ഇതിലേക്ക് വരുത്തി വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശൂർ കോർപ്പറേഷൻ ഭരണപക്ഷത്തെ ശീതസമരം ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും നീക്കമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഗൗരവമുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ചയാവാതിരിക്കില്ല. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. പനങ്ങാട് സ്വദേശി കരീപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയയെ കുത്തിപ്പരിക്കേൽപ്പിച്ചാണ് 3 പവന്റെ മാല കവർന്നത്. ദേഹത്ത് കുത്തേറ്റ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പ്രതി AKG നഗർ സ്വദേശി വിജേഷിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തയ്യിൽ വിശ്വനാഥൻ എന്ന ആളുടെ വീട്ടിൽ ജയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ പ്രതി പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നു. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലായി. പോലീസിന് മേൽ കുറ്റം ചുമത്തി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടി തപ്പുന്നതായി ആക്ഷേപം. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ലോഡ്ജിലെ ശുചിമുറി മാലിന്യം ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയത്. ഇത് BJP പ്രവർത്തകർ തടയാനെത്തിയതോടെ സംഘർഷാവസ്ഥയായി. ഇതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത്. ഗുരുവായൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഗുരുവായൂർ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമല്ല ഇതെന്നാണ് ചെയർമാൻ കഴിഞ്ഞ ദിവസം കൌൺസിലിൽ വ്യക്തമാക്കിയത്. ഇതോടെ പോലീസ് വെട്ടിലായി. നഗരസഭയുടെ വാഹനം അന്യായമായാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന വാദവുമായി ഗുരുവായൂർ ചാവക്കാട് നഗരസഭകൾ രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ സംസ്കരണ നയത്തിനെതിരെയാണ് പോലീസ് പെരുമാറുന്നതെന്ന ആരോപണമുയർന്നു. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗവുമായാണ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തതെന്ന് ദൃക്സാക്ഷികളും നാട്ടുകാരും ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് പോലീസിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സംഭവത്തിൽ നിന്ന് തലയൂരാനുള്ള മാർഗമായി പോലീസിനെ ബലിയാടാക്കരുതെന്ന് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റ് നടൻ ശിവജി ഗുരുവായൂർ പറഞ്ഞു. ഇത്തരം ഒരു ഗുരുവായൂരിനെ മാലിന്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനത്തിന് തടഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ബഹുമാനപ്പെട്ട അജയ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നടത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഷോക്കോസ് നോട്ടീസ് അയക്കുന്ന രീതിയിലുള്ള ഒരു പരാതി മന്ത്രിതലത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ
അദ്ദേഹത്തിന് നേരെ നടപടിയെടുക്കുന്നു എന്നാണ് സൂചന. സംസ്കരണ യൂണിറ്റിൽ നിന്നുള്ള വെള്ളം ശുദ്ധമാണെന്ന നിലപാടാണ് ഗുരുവായൂർ ചാവക്കാട് നഗരസഭകൾ പറയുന്നത്. ഇത് കാനയിലേക്ക് ഒഴുക്കുന്നത് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു. ഇതോടെ ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച മാലിന്യ സംസ്കരണം പുനരാരംഭിച്ചു. പോലീസ് വിട്ടു നൽകിയ വാഹനമെത്തിയാണ് സംസ്കരണം നടത്തിയത്. എന്നാൽ ഇതേസമയം ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ബിജെപി. നഗരത്തിലെ ജലസ്രോതസ്സുകളിൽ കോളിഫാം ബാക്ടീരിയയുടെ അംശം ക്രമാതീതമായ തോതിൽ വർദ്ധിക്കുന്നതിന് കാരണം നഗരസഭയുടെ അറിവോടെ പൊതുകാനകളിലേക്ക് സെപ്റ്റിക് മാലിന്യം തുറന്നുവിടുന്നതാണെന്ന് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആരോപിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. അവസാന നിമിഷത്തിലെ ആശയക്കുഴപ്പം. കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടക പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് സംസ്കാരത്തിന് ശേഷം. തീരുമാനം നടപ്പിലാക്കുന്നതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണമുയർന്നു. പോലീസ് മൈതാനിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്താണ് ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള കളക്ടറുടെ ഉത്തരവ് വന്നത്. പോലീസ് ബാൻഡ് സംഘത്തിൽ നിന്നും ബ്യൂഗിൽ എത്തിക്കും മുമ്പേ മൃതദേഹം ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. ഗാർഡ് ഓഫ് ഓണറിന് പോലീസ് ഒരുങ്ങുന്ന വിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പരാതി. ബ്യൂഗിൽ സംഘം എത്തും മുമ്പേ സംസ്കാരം നടന്നു. ഇതിനിടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ ബ്യൂഗിൾ വായിക്കാതെ ഗാർഡ് ഓഫ് ഓണർ നൽകുകയായിരുന്നു. സംസ്കാര ചടങ്ങിന് മുൻപ് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ കഴിയാതെ പോയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഗാർഡ് ഓഫ് ഓണർ നടത്തേണ്ടതിനെക്കുറിച്ച് പോലീസിനെ യഥാസമയം അറിയിച്ചിരുന്നതായി റവന്യൂ അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാലിക്കര ടോൾ പിരിവ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കരാർ കമ്പനിക്കെതിരെ രംഗത്ത് വരണമെന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ വന്നാൽ സംസ്ഥാന സർക്കാർ അതിനെ നേരിടണമെന്നും DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCCയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയക്കര ടോൾ കരാർ കമ്പനിയുടെ വീഴ്ചകളും ലംഘനങ്ങളും ഹൈക്കോടതി തന്നെ ശരിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കരാർ കമ്പനിയും NHAIയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചാൽ അതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഹാജരായി കേസ് നടത്തണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും സുഗമമാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും ജനങ്ങളുടെ യാത്രാ സൗകര്യം തകരാറിലായെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. കളക്ടറുടെ ടോൾ കളക്ഷൻ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. സുഗമമായ യാത്ര അസാധ്യമാണെന്ന് കളക്ടർ നിർദ്ദേശിച്ച സമിതി കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് സർക്കാർ ചെയ്തത്. കരാർ ലംഘനങ്ങൾ നടക്കുന്നുവെന്നും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാറിൽ നിന്ന് ഒഴിവാക്കാനും പിഴ ഈടാക്കി ലഭിക്കുന്നതിനും NHAI അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ച ഒഴിവായത് കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ്. 2028 ജൂൺ വരെയാണ് കരാർ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള കരാർ നിലവിലുള്ളതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പാലിയക്കരയിലെ ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടിവരും. കരാർ പ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരമാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത്. നിലവിൽ ടോളിന് ആനുപാതികമായ തുക എത്രയാണോ അത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് നൽകേണ്ടി വരുമെന്നാണ് സൂചന. ഗതാഗതക്കുരുക്കിന് കാരണം അടിപ്പാത നിർമ്മാണ കമ്പനിയായ PSI ആണെന്നാണ് ടോൾ കമ്പനിയുടെ ആരോപണം. ഇതേസമയം പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം മൂലം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാസം 9, 10 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുന്നവരുടെ സൗകര്യം പരിഗണിച്ചാണ് പൊതു അവധി ദിവസങ്ങൾ പ്രവൃത്തിദിനമാക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ ദിവസങ്ങളിൽ ഓഫീസിൽ ഹാജരാകുന്ന അപേക്ഷകർക്ക് ഹിയറിംഗും ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നതുമുൾപ്പെടെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടതാണെന്ന്
ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. ഗണേശമംഗലത്തു നിന്നും മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുകൂടി നടുവിൽക്കര പുത്തില്ലത്തു ക്ഷേത്ര ജംഗ്ഷൻ വരെ 18 അടി വീതിയിൽ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ 75 വർഷത്തിലധികം പഴക്കമുള്ള ടാറിട്ട പഞ്ചായത്ത് റോഡാണ് പ്രധാന സഞ്ചാരപാതയായിരുന്നത്. 4ഓളം വാർഡുകളിലെ 100 കണക്കിന് കുടുംബങ്ങൾ വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ബൈപ്പാസ് വന്നതോടെ വെട്ടിമുറിക്കപ്പെട്ടത്. ഇതോടെ ഇവിടുത്തുകാർക്ക് കിലോമീറ്ററുകൾ ചുറ്റിവേണം ഇവിടങ്ങളിലെത്താൻ. പ്രധാനപ്പെട്ട ഈ റോഡിന് തെക്കുഭാഗത്തായി നടുവിൽക്കരയെ വാടാനപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റു 3 ഗ്രാമീണ റോഡുകളും നിർദ്ദിഷ്ട ബൈപ്പാസ് മൂലം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്റർ ദൂരം കൂടുതലായി യാത്ര ചെയ്ത് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെന്നും ഇത് ധനനഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമായതായും തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. പെണ്ണുങ്ങൾ ഇതിലൂടെ ജോലിക്ക് പോകണം, കൂട്ടണം. അവരൊക്കെ ഉണ്ടല്ലോ ഒരു 60 റുപ്യ 50 റുപ്യ നേരം വൈകുമ്പോൾ എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ വഴിക്ക് ഇപ്പോൾ ഒരു 110 റുപ്യ വേണം. ആർക്ക് അബദ്ധം പറ്റിയെന്നല്ല പറഞ്ഞു. നമുക്കത് റോഡ് എങ്ങനെ തുറന്നു കിട്ടണം? ഒരു സുപ്രഭാതത്തിൽ അടച്ചു. കിഴക്കേ റോഡിൽ പടിഞ്ഞാറ് റോഡിൽ ഈ അമ്പലം വരെ വെള്ളം നീന്തിച്ച് വരും. അന്നും ഈ വഴിയുണ്ട്, ആ വഴിയാണ് ഇപ്പൊ ഈ അടച്ചിരിക്കുന്നത്. ഗണേശമംഗലം നടുവിൽക്കര പുത്തലത്ത് റോഡ് NH 66 കൂട്ടിമുട്ടുന്ന വന്നേരിപ്പറമ്പ് മുട്ടുകായൽ പാലം ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നും 100 കണക്കിന് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അതിനായി സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. വഴിയിട്ട് ഞങ്ങൾക്ക് റോഡ് തരുന്നതായിട്ട് ഒരു രാത്രി ഇവിടെ റോഡ് ഉണ്ടായിപ്പോയി. ഒരു 1,500 വീട്ടുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ പോവുക? ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ക്രിസ്ത്യൻ മരിച്ചാലും കൊണ്ടുപോകണ വഴിയാണ്. ഒരു രോഗിനെ കൊണ്ടുപോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടല്ലേ? TCV ന്യൂസ്, തൃപ്രയാർ. ചേലക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാത താണ്ടിയാണ് ആന ആറ്റൂരിലെത്തിയത്. ജോലി കഴിഞ്ഞു വരികയായിരുന്ന ബൈക്ക് യാത്രികൻ അനീഷ് ആനയെ കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും മരണഭീതിയോടെയാണ് ചേലക്കര, ആറ്റൂർ, മണലാടി, പാറപ്പുറം നിവാസികൾ ജീവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിനിടെ ചെറുതുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ റോഡ് ഉപരോധത്തിൽ പങ്കെടുത്തിരുന്ന നാട്ടുകാരായ ഗണേഷ് ആറ്റൂർ, മോജു മോഹൻ എന്നിവരുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിൽ കയറ്റിവിട്ടു. പോലീസിന്റെയും വനപാലകരുടെയും നിരീക്ഷണം ശക്തമാക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെ പുലർച്ചെ 2 മണിയോടെയാണ് സംസ്ഥാനപാത ഉപരോധം അവസാനിപ്പിച്ചത്. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ വെറ്റിലപ്പാറ നിവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പുലി വളർത്തുനായയെ ആക്രമിച്ചിരുന്നു. വീടിന്റെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മലക്കപ്പാറയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 15നും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആന ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തോട്ടിലേക്ക് വീണായിരുന്നു ആനയുടെ അന്ത്യം. അസ്ഥികൾക്ക് പൊട്ടലുണ്ട്.
വ്യാഴാഴ്ച പുലർച്ചെയാണ് പിടിയാന അപകടത്തിൽപ്പെട്ടത്. ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികൾ കണ്ട് വിവരം പ്ലാന്റേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിഷ്മ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് വാഴച്ചാൽ DFO IS സുരേഷ് ബാബുവും എത്തിച്ചേർന്നു. ഫോറസ്റ്റ് വെറ്റിനറി മിഥുൻ, ഡേവിഡ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. പഴയന്നൂർ ചെറുകര മേപ്പാടത്തുപറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന് യുവതിക്കും മകൾക്കും പരിക്കേറ്റു. പഴയന്നൂരിലെ ഓട്ടോ തൊഴിലാളിയായ തെഞ്ചിരിയിൽ വീട്ടിൽ അരുൺകുമാറിന്റെ ഭാര്യ സന്ധ്യ, മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. വലിയ ശബ്ദത്തോടെ അടുക്കളയിലെയും ഹാളിലെയും ജനൽ ചിലകൾ പൊട്ടിത്തെറിച്ചു. ശബ്ദം കേട്ട് പരിസര പ്രദേശങ്ങളിലുള്ളവർ ഓടിയെത്തി. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. സാരമായി പരിക്കേറ്റ സന്ധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിയമക്കുരുക്കിലുള്ള കേസുകൾക്ക് പരിഹാരം കാണാൻ ESIC ആനംസ്റ്റി സ്കീം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെ സ്കീം പ്രാബല്യത്തിലുണ്ടാകും. അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കോടതി കേസുകൾ, നിലവിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ, കവറേജ് സംബന്ധിച്ചവ, ക്രിമിനൽ കേസുകൾ, ഇൻഷുർ ചെയ്ത വ്യക്തികളുടെ കേസുകൾ, കാലപ്പഴക്കം ചെന്ന കേസുകൾ എന്നിവ ഈ കാലയളവിൽ പരിഗണിക്കും. വീടിന്റെ ചായ്പിൽ അനധികൃതമായി 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ മധ്യവയസ്കയെ എക്സൈസ് പിടികൂടി. പൊന്നുക്കര കൂനമൂല സ്വദേശി കള്ളാടത്തിൽ ദമയന്തിയെയാണ് തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ഉമ്മർ, NR രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതി അന്വേഷണത്തിലായിരുന്നു പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓൺലൈൻ ഭക്ഷ്യ വിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായ് മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ. മനക്കൊടിയിലുള്ള സ്റ്റുഡിയോ ഉടമയാണ് ഇക്കാര്യം വീഡിയോയിലൂടെ പങ്കുവച്ചത്. 4 പീസ് ചിക്കന്റെ എല്ലുകളാണ് മാംസമില്ലാതെ പാഴ്സലിൽ നിന്ന് ലഭിച്ചത്. ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖല വഴി വീട്ടിലേക്ക് റൈസ് വിത്ത് മന്തി ക്വാർട്ടർ ഓർഡർ നൽകി 300 രൂപയ്ക്ക് പൂങ്കുന്നത്തെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം മനക്കൊടിയിൽ സ്റ്റുഡിയോ നടത്തുന്ന റിജോയുടെ വീട്ടിലെത്തുന്നത്. റൈസും ചിക്കനും വെവ്വേറെ പാത്രത്തിൽ. ഒരു കഷ്ണം എടുത്ത് കഴിച്ച ശേഷം ബാക്കിയുള്ളത് പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ 4 എല്ലിൻ കഷ്ണങ്ങൾ വന്നു വീണു. എല്ലിന് ചുറ്റും മാംസമുണ്ടായിരുന്നില്ല. ഭക്ഷണാവശിഷ്ടം പാക്ക് ചെയ്ത് അയച്ചതാണെന്നാണ് റിജോയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭക്ഷണം കൊടുത്തയച്ച ഹോട്ടലിലേക്ക് വിളിച്ചന്വേഷിച്ചു. ജ്യൂസി ടൈപ്പ് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ വേർതിരിയും എന്നാണ് അവർ നൽകിയ മറുപടി. ഇതു സംബന്ധിച്ച പരാതി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി റിജോ പറഞ്ഞു. അഴീക്കോട് തീരക്കടലിൽ കവര് പൂത്തു. നീല നിറത്തിൽ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് കവര് എന്ന ബയോലൂമിനസൻസ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് കവരിന് ഏറെ പ്രചാരം ലഭിച്ചത്. വെള്ളത്തിൽ കാണുന്ന ഏകകോശധാരികളായ സസ്യപ്ലാങ്ക്ടൺ വിഭാഗത്തിൽ വരുന്ന നൊക്റ്റിലൂക്ക സിൻഡിലൻസ് എന്ന ഇനം ജീവികളുടെ ജൈവദീപ്തിയാണ് കവര്. ഇവയുടെ കോശത്തിൽ അനേകായിരം ചെറുപൊട്ടുകൾ പോലെ കാണുന്ന സിൻഡിലൻസ് എന്ന കോശാംഗങ്ങളാണ് ഈ ജൈവദീപ്തിക്ക് കാരണം. മറ്റത്തൂരിലെ പ്രകൃതി രമണീയമായ കുഞ്ഞാലിപ്പാറ പ്രദേശത്ത് വിനോദസഞ്ചാര കേന്ദ്രം ഒരുങ്ങുന്നു. ടൂറിസം പദ്ധതിയുടെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞാലിപ്പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കുന്നത്. കുഞ്ഞാലിപ്പാറ ടൂറിസം പ്രൊജക്ടിനാവശ്യമായ തുക മറ്റത്തൂർ പഞ്ചായത്തും DTPCയും സംയുക്തമായി ചെലവഴിക്കും. പദ്ധതിക്കായി നേരത്തെ മറ്റത്തൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ കരട് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞാലിപ്പാറ ടൂറിസം നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് DTPC ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംബാസ് പറഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടറെ ഇന്ന് നമ്മൾ സന്ദർശിച്ചപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ടൂറിസം വകുപ്പിൽ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ടൂറിസം പ്രൊജക്റ്റാക്കി വികസിപ്പിക്കാനാണ് നമ്മളിപ്പം ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളും അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും റെയിൻ ഷെൽട്ടേഴ്സും പിന്നെ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ 1 കോടിക്ക് താഴെയുള്ള ഒരു പ്രൊജക്റ്റാക്കിയാണ് നമ്മളിപ്പം കളക്ടർക്ക് സമർപ്പിക്കാൻ പോകുന്നത്. കുഞ്ഞാലിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾക്കാവശ്യമായ ഇരിപ്പിടങ്ങൾ, വിളക്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.
ഇതിനായി 1 കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കി ഉടൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് DTPC അധികൃതർ പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ ഒരു കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടറുടെ സമക്ഷം അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതിക്കുള്ളിൽ തന്നെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി DTP സെക്രട്ടറി ടൂറിസം വകുപ്പിന് നമ്മൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. DTPC സെക്രട്ടറി C. വിജയരാജ്, സീയർത്ത് ആർക്കിടെക്ട് CP സുനിൽ എന്നിവരടക്കമുള്ളവരും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഏറെക്കാലമായി മറ്റത്തൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം എന്നും നാടിന് ഉണർവേകുന്ന മികച്ച പദ്ധതിയായി ഇത് മാറുമെന്നും വാർഡംഗം MS സുമേഷ് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രദേശം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രദേശമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിന് വലിയൊരു ഉണർവേകുന്ന ഒരു ഉന്നമനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. ഇപ്പോൾ തന്നെ നിരവധി വിനോദസഞ്ചാരികൾ അത്യാവശ്യം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനായിട്ടും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നാൽ നമുക്ക് ഭൂമിക്ക് വില കൂടും. അതുപോലെ തന്നെ കച്ചവട സാധ്യതകൾ, അതുപോലെ തന്നെ നമുക്ക് അടിയന്തരമായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട റോഡുകൾ, പാശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം വികസിക്കുന്ന ഒരു നാടായിട്ട് ഈ നാട് മാറും. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനൊപ്പം ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കുഞ്ഞാലിപ്പാറയെ വികസിപ്പിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. TCV ന്യൂസ്, കൊടകര. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം GHSS സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തുടരുന്നു. ജില്ലാ മീറ്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങളാണ് മീറ്റിൽ പങ്കെടുക്കുന്നത്. മീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ആഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച സമാപിക്കും. AIPSO ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു. മുൻ MLA രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. സത്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. സിജോ പുറത്തൂർ, TR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുൻപിൽ നടത്തിവന്നിരുന്ന ദ്വിദിന ധർണ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് നദീറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KA ഫ്രാൻസിസ്, ട്രഷറർ ഗിരീന്ദ്രബാബു, സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഏറ്റുമുട്ടി. ക്ഷേത്രനഗരിയിൽ ഇരുവിഭാഗം തമ്മിലുള്ള സംഘർഷം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയതാണ് 50ഓളം വരുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇതിനിടയിലാണ് ഒരു വിഭാഗം ലോക്കൽ ടാക്സി ഡ്രൈവർമാർ സ്റ്റേഷൻ പരിസരത്തെത്തിയത്. ഇരുവിഭാഗവും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവും ഉന്തും തള്ളുമായി. പോലീസ് ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി താക്കീത് നൽകി. ക്ഷേത്രനടയിൽ നിന്ന് ഓൺലൈൻ ടാക്സിയിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ. ക്ഷേത്രനടയിൽ വ്യാപകമായി ഇതിനെതിരെ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നഗരസഭയിൽ പരാതി നൽകി. അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകൾ നീക്കം ചെയ്യുമെന്ന് നഗരസഭ അറിയിച്ചതോടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇവ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ വിലക്കുറവിന്റെ പൂരമൊരുക്കി ബിഗ് സെയിൽസിന് വെള്ളിയാഴ്ച മുതൽ തുടക്കമാകും. വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പുഴയ്ക്കൽ നെസ്റ്റോയിൽ നിരവധി നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പലചരക്ക്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, വസ്ത്രങ്ങൾ എന്നിവ വൻ വിലക്കുറവിൽ ലഭിക്കും. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 799 രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് TV അടക്കമുള്ള സമ്മാനങ്ങൾ നേടാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. നെസ്റ്റോയുടെ ഓഫറുകൾ എപ്പോഴും ഇരുകയും കണ്ടി സ്വീകരിച്ചതിന് തൃശ്ശൂരിലെ ജനങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. അതിഗംഭീര ഓഫർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ബിഗ് ഡേയ്സിൻ്റെ ഭാഗമായിട്ട്. ബിഗ് ഡേയ്സ് എന്നുള്ള ഏറ്റവും വലിയൊരു ഓഫർ, ഏറ്റവും അതിശയിപ്പിക്കുന്ന പ്രൈസിങ്ങും കാര്യങ്ങളുമാണ് എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഫാഷനിൽ നമ്മൾ അപ് ടു 70% വരെ ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് നേടാം എല്ലാ ഗാർമെൻറ്റ്സ് മെറ്റീരിയലിനും.
പിന്നെ അതേമാതിരി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വരുവാണെങ്കിൽ ഗിഫ്റ്റ് കാർഡ്, ക്യാഷ് വൗച്ചേഴ്സ്, ഇലക്ട്രോണിക്സ് പരമായിട്ട് ടി വിക്കായാലും സ്മാർട്ട് വാച്ചിനായാലും ലാപ്ടോപ്പിനായാലും ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കസ്റ്റമേഴ്സിന് ലഭ്യമാവും. പിന്നെ ഏറ്റവും വലിയ ഓണത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മിനിമം ഒരു 799 രൂപയ്ക്കോ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ലക്കി ഡ്രോയിലൂടെ നിരവധി സമ്മാനങ്ങളാണ് നേടാൻ പറ്റുന്നത്. കാരണം സ്മാർട്ട് TV, മിക്സി, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് നമ്മൾ അതിനകത്ത് ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ വെച്ചിരിക്കുന്നത്. നെസ്റ്റോ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി 70% വരെ വിലക്കുറവിലാണ് വിൽപ്പന. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളോടെ ഷോപ്പിംഗിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് പുഴയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8089486555. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണ്ണമാല കവർന്നു. പനങ്ങാട് സ്വദേശിനി ജയയ്ക്കാണ് കുത്തേറ്റത്. മണിക്കൂറുകൾക്കകം പ്രതി പോലീസ് പിടിയിലായി. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി പോലീസ്. പോലീസിനുമേൽ കുറ്റം ചുമത്തി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടി തപ്പുന്നതായ ആക്ഷേപം. കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടക പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് സംസ്കാരത്തിന് ശേഷം. തീരുമാനം നടപ്പിലാക്കുന്നതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം. പാലിക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജറ്റ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടി. ഈ മാസം 9, 10 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.